നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കുട്ടി കഥയിലേക്ക് സ്വാഗതം. നിങ്ങൾ അയച്ചു തന്ന ഇമെയിൽ മെസ്സേജസും ക്രിസ്മസ് കാർഡ്സും ന്യൂ ഇയർ കാർഡ്സും എല്ലാം കിട്ടി. അതിന് താങ്ക് യു വെരി മച്ച്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കോഴിപ്പോര്. അടുത്തടുത്തുള്ള രണ്ട് വീടുകളിലും ധാരാളം കോഴികളെ വളർത്തിയിരുന്നു. അതിൽ ശക്തരായ 2 പൂവൻ കോഴികൾ ഒരിക്കൽ അംഗത്തിനു തയ്യാറായി. ആരാണ് ശക്തരെന്ന് തീരുമാനിക്കണം, മറ്റുള്ളവരുടെ മേൽ ആധിപത്യം ഉറപ്പിക്കണം എന്നതായിരുന്നു 2 പേരുടെയും ലക്ഷ്യം. അങ്ങനെ അംഗം തുടങ്ങി. കൂർത്ത കൊക്കുകളും നഖങ്ങളും രക്തപങ്കിലമായി. അവ പടപൊരുതുമ്പോൾ ആകാശം പൊടിപടലത്താൽ നിറഞ്ഞു. ആർക്കെങ്കിലും ഒടുവിൽ തോൽക്കാതെ പറ്റില്ലല്ലോ. തോൽക്കുമെന്ന് ഉറപ്പായ കോഴി ഓടിക്കളഞ്ഞു. മുറിവുകളെ നോക്കി ലജ്ജയോടെ അതാരും കാണാതിരിക്കാൻ ഒരു മൂലയിൽ ചെന്ന് ഒളിക്കുകയും ചെയ്തു. പക്ഷേ വിജയിയായ കോഴി അംഗസ്ഥലത്തു നിന്ന് അഹങ്കാരത്തോടെ ചിറകടിച്ചു കൂകാൻ തുടങ്ങി. തെല്ലു കഴിഞ്ഞ് താനാണ് വിജയിയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അത് പുറത്ത് കയറി നിന്ന് കൂകാൻ തുടങ്ങി. പക്ഷേ മുകളിൽ നിന്നൊരു കഴുകൻ അത് ശ്രദ്ധിച്ചു. പുറത്ത് നിൽക്കുന്ന ഈ കോഴിയെ തട്ടിക്കൊണ്ടു പോകാൻ എന്ത് സൗകര്യമാണ്! നിമിഷങ്ങൾക്കുള്ളിൽ അത് സംഭവിച്ചു. അംഗത്തിൽ തോറ്റ് ഒളിച്ചിരിക്കുകയായിരുന്ന കോഴി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുടനെ പുറത്തിറങ്ങി വന്ന് വിജയിയെ പോലെ ചിറകടിച്ചു കൂകാൻ തുടങ്ങി. തൻ്റെ ഏകാധിപത്യം ഉറപ്പിക്കലായിരുന്നു ആ കൂകൽ. അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്താണ്? അതിരു കടന്ന് അഹങ്കരിച്ചാൽ നല്ലതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കോഴിപ്പോര് ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ഇമെയിൽ ID celen@cktv.ca. വീണ്ടും അടുത്ത കഥയുമായി എത്തുന്നത് വരെ ബൈ.